ശരി അമ്മ, உங்களுக்கு என்ன தேவை? എനിക്ക് 2 കുട്ടികളാണ്, ഒരു പെണ്ണും ഒരാണും. നീ കണ്ടു കാണും മുത്തുവിനെ. മുത്തുവാണ് എൻ്റെ മകൻ. അവന് നിന്നെ നല്ല ഇഷ്ടമാണ്. നിന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ വന്ന അമ്മയോട് പറയട്ടെ? ആവണി ആശ്ചര്യപ്പെട്ടു. തന്നെ ഇഷ്ടപ്പെടാനും ഈ ഭൂമിയിൽ ആൾക്കാരുണ്ടോ? ആവണിയുടെ മൗനം സമ്മതമാക്കി അവർ തിരികെ പോയി. ഒരു പുരുഷൻ തൻ്റെ മനസ്സിലേക്ക് ഇന്നുവരെ കടന്നു വന്നിട്ടില്ല. വഴിയോരത്ത് വെച്ച മുത്തുവിൻ്റെ നോട്ടം 2 പ്രാവശ്യം തന്നെ തടുത്തു വെച്ചത്, കണ്ടിട്ടും കാണാത്ത രീതിയിൽ പോയതും, അറിയാതെ മിഴികൾ വീണ്ടും കടയിലേക്ക് നീളുന്നത് തൻ്റെ തെറ്റല്ല, തൻ്റെ മിഴികളുടെ തെറ്റാണെന്നുള്ള കുറ്റപ്പെടുത്തൽ. ആ സ്ത്രീ വന്നു പോയതിനു ശേഷം അവൾക്ക് തുണി തയ്ക്കാനുള്ള ശ്രദ്ധ പോയി തുടങ്ങി. അശ്രദ്ധ മനസ്സിനെ അലട്ടിയപ്പോൾ അവൾ അന്ന് നേരത്തെ തന്നെ വീട്ടിലേക്ക് പോയി. മാരിവേൽ സ്കൂളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആവണി അമ്മയ്ക്ക് സമീപം പോയിരുന്നു. അമ്മ മിഴികൾ തുറന്നു. മരുന്നും ഭക്ഷണവും കഴിക്കാതായിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. അമ്മയുടെ കാലശേഷം ഇനി എന്താവും എന്നതായിരുന്നു ആവണിയുടെ ചിന്ത. മാളുവമ്മ അവളോട് അമ്മയില്ലാതാകുന്ന സന്ദർഭത്തെക്കുറിച്ച് ആവണിയോട് സംസാരിച്ചിരുന്നു. ആവണി, ഒരു പക്ഷേ നിനക്ക് അമ്മയെ തിരികെ കിട്ടാത്ത ഒരു സന്ദർഭത്തിൽ ഒരിക്കലും നീ തളർന്നു പോകരുത്. നിന്നെ ഓർത്ത മാരിവേലുണ്ട്, അവനെ കൂടി തളർത്തരുത്. നീ തകർന്നാൽ അവനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആവണി മെല്ലെ തലയാട്ടി. അമ്മയില്ലാത്ത സന്ദർഭത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാനേ കഴിയില്ല. താൻ പാടെ തളർന്നു പോകുമെന്ന് അവൾ ഭയപ്പെട്ടു. അന്നത്തെ രാവ് വളരെ ഭീതിജനകമായിരുന്നു. അമ്മ ശ്വാസമെടുക്കുന്നുണ്ടോ എന്നുപോലും അവൾ സംശയിച്ചു. ഒരു പൂച്ച കരഞ്ഞുകൊണ്ട് അങ്ങുമിങ്ങും ഓടി നടന്നു.